2025 ഏപ്രിൽ 22 അന്നത്തെ അസൈൻമെൻറ്റുകൾ ചെയ്ത് ഞാൻ ഏതാണ്ട് 6 മണിയോടുകൂടി ഓഫീസിലെത്തി. ചായ കുടിക്കുന്ന സമയം ടി വിയിൽ ഒരു ബ്രേക്കിംഗ് വരുന്നു. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണമെന്ന്. നിരവധി ബോളിവുഡ് സിനിമകളുടെ ഗാനങ്ങൾക്ക് നിറം പകർന്ന ബൈസരാൻ വാലിയിലെ പച്ചപ്പുല്ലുകളിൽ രക്തം വീണുവെന്ന്. മണിക്കൂറുകൾക്കകം അറിയുന്നു അവിടെ ഒരു മലയാളി കൂടി മരിച്ചുവെന്ന്. 26 പേരെ ഇവിടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം കവർ ചെയ്യാൻ പോകണമെന്ന് എഡിറ്റർ ആവശ്യപ്പെട്ടു. എന്നോടൊപ്പം റിപ്പോർട്ടറായ ഷൈൻ മോഹനും ഞങ്ങൾ രാത്രി തന്നെ ഡൽഹി എയർപോർട്ടിലെത്തി. പുലർച്ചെ ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തി. സുരക്ഷാ ചെക്കപ്പിന് ശേഷം പുറത്തു വന്ന് 2024 ഇലക്ഷൻ കവർ ചെയ്യാൻ പോയപ്പോൾ പരിചയപ്പെട്ട ഡ്രൈവർ തൻവീർ നമ്മളെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. തൻവീറിനൊപ്പം കാറിൽ കയറിയ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകണോ അതോ പഹൽഗാമിലേക്ക് പോകണോ എന്ന 2 ചിന്തയിലായി. എന്തായാലും പഹൽഗാമിൽ പോയി നോക്കാം എന്നുള്ള തീരുമാനത്തിൽ പഹൽഗാമിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ CRPF ഞങ്ങളെ തടഞ്ഞു. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം പഹൽഗാമിലേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല എന്നാണ് CRPF ജവാന്മാർ പറഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്നും പുറകോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ മനസ്സിലായത് കാശ്മീരിൽ മൊത്തം ബന്ദ് ആചരിക്കുകയാണ്. കാശ്മീരി ജനതയ്ക്ക് അവരുടെ ടൂറിസം മേഖല സഞ്ചാരികളായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിൽ അതിയായ ദുഃഖമുണ്ട്. കാരണം അവർക്ക് ഈ കഴിഞ്ഞ 2 വർഷമായി ഏതാണ്ട് 4.5 കോടി ടൂറിസ്റ്റുകളാണ് കാശ്മീരിലെത്തിയിരുന്നത്. ഈ വരുമാനം തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം നടന്നുവെന്ന് അതിൻ്റെ വിഷമം അവരുടെ ഓരോ കണ്ണുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബന്ദ് പ്രമാണിച്ച് കടകൾ തുറന്നിട്ടില്ലെങ്കിലും ഒരു ചായക്കടയുടെ പകുതി ഷട്ടർ തുറന്ന നിലയിൽ കണ്ടു. ഞങ്ങൾ ആ ചായക്കടയിൽ പോയി ചായ വേണമെന്നാവശ്യപ്പെട്ടു. അവർ ചായ തന്നു. ചായയുടെ പൈസ പോലും മേടിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിസരവാസികളായ കുറേ ആൾക്കാർ ഞങ്ങളോടൊപ്പം അടുത്തു വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനം പറഞ്ഞവർ പലതും യുവാക്കളാണ്. ആ യുവാക്കൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാശ്മീർ ഈ 2 വർഷമായി വളരുകയായിരുന്നു. ആ വളർച്ചയെ തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നോ ഉള്ള തീവ്രവാദികളാണെങ്കിലും എവിടെ നിന്നുള്ള തീവ്രവാദികളാണെങ്കിലും അത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് തോന്നി. അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്ന കാശ്മീരികളെക്കുറിച്ച് ഇനിയും ജനങ്ങൾ എന്തു വിചാരിക്കും? ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദികളല്ല. ഞങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രമാണ് തീവ്രവാദികൾ ടൂറിസ്റ്റുകൾക്ക് മേലിൽ ഈ ആക്രമണം നടത്തിയത്. ചായ കുടിച്ച് കഴിയാറായപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ, ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും കിട്ടാത്ത ഒരു അനുഭവമാണ് ഞങ്ങളുടെ ഡ്രൈവറിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഡ്രൈവറുടെ അച്ഛൻ AFP തുടങ്ങിയ പല ചാനൽ ഏജൻസികളുടെയും ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും തൻവീറിന് കുറേ ഗുണങ്ങൾ കിട്ടിയിരുന്നു. തൻവീറിന് പല പത്രപ്രവർത്തകരുമായി അസാധ്യ ബന്ധമുണ്ടായിരുന്നു. തൻവീർ ഞങ്ങളോട് പറഞ്ഞു, ശ്രീനഗറിലെ സായുധ പോലീസ് ആസ്ഥാനത്തു നിന്നും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബോഡികൾ പുറത്തേക്ക് കൊണ്ടുപോകും, ബന്ധുക്കൾക്ക് കൈമാറി പുറത്തേക്ക് കൊണ്ടുപോകും, ഉടൻ തന്നെ അവിടേക്ക് പോകാം എന്ന് തൻവീർ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നമ്മൾ സായുധ പോലീസ് ആസ്ഥാനത്തിൻ്റെ ഫ്രണ്ടിലെത്തി. മിനിറ്റുകൾക്കുള്ളിൽ വരിവരിയായി ആംബുലൻസുകളിൽ ഡെഡ് ബോഡികൾ പുറത്തേക്ക് വന്നു. പലതിൻ്റെയും ചിത്രങ്ങൾ ആംബുലൻസുകൾ നേരെ 3-4 ഒരുമിച്ച് വരുന്ന ചിത്രങ്ങൾ എടുത്തു. ഈ ബോഡികളിൽ കൂടുതലും എയർപോർട്ടിലേക്കാണ് പോയത്. ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു, അതിലൊരു മലയാളി മരിച്ചു, മലയാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന്. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള തിരച്ചിലായി. മലയാളിയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയില്ല. കാരണം മലയാളി മരിച്ച രാമചന്ദ്രൻ്റെ ബോഡിയുമായി മകൾ എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം
പഹൽഗാമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. രാവിലെ തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടി പഹൽഗാമിലേക്ക് പുറപ്പെട്ടു. പഹൽഗാമിൽ പല സ്ഥലത്തും CRPF ജവാന്മാർ നിപ്പുണ്ടെങ്കിലും നമ്മളെ കടത്തിവിട്ടു. പഹൽഗാമിൽ ഞങ്ങൾ എത്തുമ്പോൾ മൂകമായ അന്തരീക്ഷമായിരുന്നു. കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ രീതിയിലും കടകൾ അടഞ്ഞും കിടന്നു. ഞങ്ങളോടൊപ്പം റോയിട്ടേഴ്സിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറും 1-2 മലയാളം ചാനലുകളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളും അടുത്തുള്ള ചായക്കടയിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലത്തെ ചായ കുടിക്കണം. അടുത്തുള്ള ചായക്കടയിലെത്തി ചായയും അവിടുത്തെ റൊട്ടി എന്ന് പറയുന്ന ഒരു റൗണ്ടിലുള്ള ചപ്പാത്തിയല്ല, അതൊരു ബ്രെഡ് മാതിരി ഇരിക്കും, കടിച്ചു തന്നെ. അത് കടിച്ചു തന്നൊരു ചായയും കുടിച്ചു. ഇത്ര നേരം കൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ പലരുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായി ബൈസരൺ വാലിയിലേക്ക് നേരിട്ടുള്ള വഴി, കുതിരകൾ പോകുന്ന വഴി പോയാൽ അവിടെ CRPF ഉണ്ട്, നമ്മളെ തടയും, ഒരു കാരണവശാലും കടത്തിവിടില്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് വഴിയെന്ന് ചോദിച്ചപ്പോൾ കാടുകൾക്കുള്ളിലൂടെ ഏതാണ്ട് 6 കിലോമീറ്റർ കുത്തനെയുള്ള കുന്ന്, ആ കുന്ന് കയറണം. എൻ്റെ കാലിൽ ഷൂ ഇല്ല, കഷ്ടിച്ച് ഒരു ചപ്പൽ മാത്രം. ചപ്പൽ മീൻസ് ഒരു സാൻഡിൽ, ലോക്ക് ചെയ്യുന്ന സാൻഡിൽ. തൻവീർ എന്നോട് പറഞ്ഞു, സാറിന് കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഷൂ ഇല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. എന്നാൽ ഒരു ഷൂ വാങ്ങി കാലിലിടാം എന്ന് വിചാരിച്ചാൽ ഒരു കടകളും തുറന്നിട്ടില്ല. പിന്നെ എന്തു ചെയ്യും? ഈ ചെരുപ്പുമായി മാത്രമേ മുന്നോട്ട് നടക്കാൻ കഴിയുള്ളൂ. തൻവീറിനോടൊപ്പം ആ കുന്നുമലയുടെ താഴെയെത്തി. മുകളിലോട്ട് നോക്കിയപ്പോൾ കാണുന്നത് വലിയൊരു മലയാണ്. ഉരുണ്ട കല്ലുകളും തലേദിവസം പെയ്ത മഴയുടെ ആഘാതത്താൽ ഒലിച്ചിറങ്ങുന്ന ചാലുകളുമാണ്. ഒരു വിധത്തിൽ ഈ ചെരുപ്പ് ഉപയോഗിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. എൻ്റെ ക്യാമറ ബാഗും മറ്റു സാധനങ്ങളും എൻ്റെ സഹപ്രവർത്തകൻ ഷൈനെ ഏൽപ്പിച്ചു. ഏതാണ്ട് 6 കിലോമീറ്റർ ഈ മല കയറണം. മലയുടെ പല ഭാഗങ്ങളും അരുവികൾ, ചെറിയ ചെറിയ അരുവികൾ ഒഴുകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ വീഴാൻ പോയി, കൈകുത്തി വീണു. പക്ഷേ എനിക്ക് കൂടുതൽ അപകടങ്ങൾ പറ്റിയില്ല. മുന്നോട്ട് ഏതാണ്ട് 1 മണിക്കൂറിൻ്റെ യാത്രയാണ് ഈ കുന്നുമുകളിൽ നമ്മൾ എത്തിപ്പെടേണ്ടത്. എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ബൈസരൺ വാലി നമുക്ക് മുന്നിൽ കാണാൻ പറ്റുകയുള്ളൂ. പല സ്ഥലങ്ങളിലും വീണും വീഴാതെയും ഈ കുന്നുമുകളിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളോടൊപ്പം 1-2 മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ 1-2 വീടുകൾ ഒഴിച്ചാൽ മുകളിലോട്ട് വീടുകളോ ഒന്നും തന്നെ ഇല്ല. ഈ വഴുകി ഒരു അന്തരീക്ഷമല്ലാതെ, കാല് എവിടെ ചവിട്ടിയാലും തെന്നുന്ന ഒരു അന്തരീക്ഷമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു വിധത്തിൽ പകുതിയോളം കയറിയപ്പോൾ CRPF ജവാന്മാരും മുകളിലേക്ക് പോകുന്നുണ്ട്. കുന്നിന് മുകളിൽ എത്തുന്നതിനൊരു 1/2 കിലോമീറ്റർ ഇപ്പുറം മുതൽ ഈ ചെളിയിൽ പുരണ്ട ചെരുപ്പുകൾ കാണാൻ തുടങ്ങി. കാരണം തലേൻ്റെ തലേദിവസം ഭീകരാക്രമണത്തിൽ ഓടിയവരുടെ ചെരുപ്പുകൾ ചെളിയിൽ പൂഴ്ന്നു കിടക്കുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ബൈസരൺ വാലിയുടെ ഈ ഭീകരാക്രമണം നടന്ന പുൽമേടുകളുടെ മെയിൻ ഗേറ്റ് അടച്ചിട്ടിരുന്നു. ഉള്ളിൽ CRPF ജവാന്മാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഗേറ്റിന് മുന്നിലായി രക്തക്കറകൾ കല്ലുകളിൽ പതിഞ്ഞിരുന്നു. കൂടാതെ ഈ പുൽമേടകളിൽ പല സ്ഥലങ്ങളിലും വെടികൊണ്ട് വീണ ആൾക്കാരുടെ ബോഡികൾ എടുത്തു മാറ്റിയ ശേഷം അവിടെ ചാക്കുകളിട്ട് മൂടിയിരുന്നു. തൊട്ടടുത്ത് ഇതിനുള്ളിൽ തന്നെ മറ്റൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻ്റ് ഏതാണ്ട് പകുതി ഭാഗങ്ങളോളം തല്ലി തകർന്ന നിലയിലാണ് കണ്ടത്. പല കസേരകളും ഒടിഞ്ഞും മരണവെപ്രാളത്തിൽ ആൾക്കാർ ഓടിയ സമയത്തുണ്ടായതാവാം, അല്ലെങ്കിൽ ഭീകരവാദികൾ തകർത്തതാവാം, ഒന്നും നമുക്കറിയില്ല. മനോഹരമായ ഒരു പുൽമേടയായിരുന്നു അത്. മുകളിൽ മഞ്ഞു പതിഞ്ഞ മലകളും ചെറിയ മരങ്ങളും ഉള്ള ഒരു മനോഹരമായ പുൽമേട. ആ സമയത്ത് ഹെലികോപ്റ്ററുകൾ 1-2 ഹെലികോപ്റ്ററുകൾ ഞങ്ങളവിടെ നിന്ന സമയങ്ങളിൽ ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. കാരണം ആ കാടിനുള്ളിൽ നിന്നും തീവ്രവാദികൾ പുറത്തു പോയിട്ടില്ല എന്നുള്ള സംശയമുണ്ടായിരുന്നു. CRPF ജവാന്മാർ ഉള്ളിൽ പരിശോധന നടത്തുകയായിരുന്നു. അവരിൽ ഒരു CRPF ജവാൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന്
തിരിച്ചിറങ്ങണം. കാരണം ഇവിടെ തീവ്രവാദികൾ ഇവിടുന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഒരു പക്ഷേ ഈ കാടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അവർ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് വരെ സംശയിക്കപ്പെടുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആദ്യം ആലോചിച്ചു. ചിത്രങ്ങളും മറ്റു വാർത്താശേഖരണങ്ങളും എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാം എന്ന് തീരുമാനിച്ചു. മല ഇറങ്ങുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കാട് വഴി പോകാതെ കുതിരകൾ സഞ്ചരിക്കുന്ന വഴിയൂടെ പോകാമെന്ന്. അതും ദുഷ്കരമെങ്കിലും പോകാൻ തീരുമാനിച്ചു. ആ വഴിയെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്നു. മുന്നോട്ട് 1-2 ചുവടുകൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ CRPF തോക്കുമായി നിൽക്കുന്നു. നിങ്ങൾ എവിടുന്ന് വന്നു? ഓരോരുത്തരുടെയും ചോദ്യമാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തയാൾ. തൊട്ടടുത്തും മരങ്ങളാണ്. ആ മരങ്ങളുടെ ചുവട് നിങ്ങൾ എവിടുന്ന് വന്നു, എപ്പം വന്നു, എങ്ങനെ പോയി, ഇതിൻ്റെ എല്ലാം വിശദീകരണങ്ങളായിരുന്നു ഓരോരുത്തരും ചോദിച്ചത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിക്കുള്ളൂ, ഇവിടെ അപകടമാണ് എന്നാണ് CRPF ജവാന്മാർ പറഞ്ഞത്. ഞങ്ങൾ താഴോട്ട് ചെല്ലുമ്പോൾ ഒരു പറ്റം കാശ്മീരി പോലീസ് ഓഫീസേഴ്സും അവരുടെ ടീമും ഈ റൂട്ടിൽ കൂടെ കടന്നു വരുന്നു. അവർ ഞങ്ങളെ കണ്ട് നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ എവിടുന്നാണ്, എങ്ങനെ വന്നു, എതിലേ പോയി, ഇതൊക്കെയായി ചോദ്യം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാട് വഴിയുണ്ടായിരുന്നു, ഒരു മല കയറി ആ മല വഴിയാണ് ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി ആൾക്കാർ മുകളിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏതാനും മലയാള ചാനലിലെ ക്യാമറാമാന്മാർ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ സ്റ്റെപ്പായി താഴേക്കിറങ്ങാൻ. ദുർഘടം പിടിച്ച ഈ കുതിരവണ്ടികളല്ലാതെ നമുക്ക് നടന്നു കയറാൻ വളരെ ദുഷ്കരമായ വഴികളാണിതെല്ലാം. കുതിര ചവിട്ടി ഈ ചെളിയും ഇതുമെല്ലാം പുരണ്ട അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. 3000-ഓളം കുതിരകളാണ് ഈ റൂട്ടിൽ സവാരികളെയുമായി ഈ മലമുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. 3000-ഓളം കാശ്മീരി ജനതയുടെ 3000-ഓളം വീടുകളിൽ അന്നമായിരുന്നു ഈ കുതിരകൾ. ആക്രമണത്തിന് ശേഷം കുതിരകളൊന്നും തന്നെ അവിടെയില്ല, എല്ലാത്തിനെയും കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ പടിപടിയായി സ്റ്റെപ്പുകൾ താഴോട്ടിറങ്ങുമ്പോൾ മറ്റൊരു പോലീസ് സംഘം നോക്കിയപ്പോൾ CRPFൻ്റെ സീനിയർ ഓഫീസർമാരും മറ്റുമാണ് കയറി വരുന്നത്. അവരും ഞങ്ങളെ പിടിച്ചു നിർത്തി. അപ്പോൾ ഷൈൻ എന്നോട് പറഞ്ഞു, ഉണ്ണിയേട്ടാ, ചിലപ്പോൾ ഇവിടെ അപകടമുണ്ടാകാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിജിറ്റൽ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോകൾ ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ വരെ അവർ പറഞ്ഞേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ എത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ യാത്ര ഒരു വിപുലമായി പോകും. കാരണം വരുന്ന ഓരോ പോലീസ് അംഗങ്ങളും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്തിനാണ് നിങ്ങൾ മോളിൽ പോയത്, എവിടുന്ന് പോയി, എങ്ങനെ പോയി, ഈ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു മടുത്തിരുന്നു. മണിക്കൂറുകൾ അങ്ങോട്ട് 6 കിലോമീറ്റർ നടന്നുവെങ്കിൽ തിരിച്ച് ഒരു 10 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ഈ താഴ്വാരത്തിലെത്തുന്നത്. പഹൽഗാം എന്ന ഈ അതിമനോഹരമായ സ്ഥലമാണ്. നമ്മൾക്കൊരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹാരിത ഈ പഹൽഗാം എന്ന ഗ്രാമത്തിനുണ്ട്. കടകൾ അടഞ്ഞു കിടക്കുന്നുവെങ്കിലും അവിടുന്ന് തൻവീറിൻ്റെ കാറിൽ ഞങ്ങൾ ശ്രീനഗറിലേക്ക് തിരിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിറ്റേ ദിവസം ഉറക്കമുണർന്നപ്പോൾ കേട്ട വാർത്ത തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 2 പേരുടെ വീടുകൾ തകർത്തു എന്നാണ്. ഉടൻ തന്നെ തൻവീറിനെ ബന്ധപ്പെടുകയും തൻവീറിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ തൻവീർ പറഞ്ഞു, അരമണിക്കൂർ കഴിയട്ടെ സാർ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാം എന്ന്. തൻവീർ ഞങ്ങളുടെ ഡ്രൈവറാണ്. അരമണിക്കൂർ കഴിഞ്ഞ് തൻവീർ വിളിച്ചിട്ട് പറഞ്ഞു, ത്രാൾ എന്ന സ്ഥലത്താണ് ഒരു വീട് തകർത്തത്, മറ്റൊരു വീട് ഗുറി എന്ന സ്ഥലത്താണ്. രണ്ടും കാശ്മീരിൻ്റെ 2 സൈഡുകളാണ്. ആദ്യം ഞങ്ങൾ ആസിഫിൻ്റെ വീടാണ് ത്രാളിലുള്ളത്. അവിടേക്ക് കാറിൽ യാത്രയായി. കാശ്മീരിൻ്റെ പ്രത്യേകത, കാശ്മീരിലെ വീടുകൾ വാർക്ക കെട്ടിടങ്ങളല്ല, കൂടുതലും കൂരകളുള്ള വീടുകളാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ വീടിൻ്റെ ഏതാണ്ട് 90% സ്ഫോടനത്തിൽ തകർത്തിരുന്നു. ആസിഫിൻ്റെ
ബന്ധുക്കളെന്ന് പറയുന്ന ചിലരെ കാണാൻ സാധിച്ചു. അവരുമായി സംസാരിച്ചപ്പോൾ ആസിഫിൻ്റെ വീട്ടിലെ ഉള്ളവരെ ഒരു ദിവസം മുമ്പ് മാറ്റി താമസിച്ചതിന് ശേഷമാണ് ആ വീട് അധികൃതർ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്തത്. ബ്ലാസ്റ്റിൽ ഏതാണ്ട് 90% വീട് തകർന്നിരുന്നു. അവർ നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആസിഫ് വർഷങ്ങളായി ഇവിടെ വരാറില്ല. അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലട്ടെ. ഞങ്ങളെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ടും പ്രാർത്ഥനയിലൂടെയുമാണ് അവർ പലരും നമ്മളോട് സംസാരിച്ചത്. അവിടെ നിന്നും അടുത്ത സ്ഥലമായ ഗുറിയിലെത്തി. അവിടെ ആദിലെന്ന് പേരുള്ള ആളിൻ്റെ വീടാണ്. അവിടെയും സ്ഥിതി മറ്റൊന്നുമല്ല, സെയിം സ്ഥിതിയാണ്. കാരണം 2 ദിവസം മുമ്പ് അവിടുത്തെ ബന്ധുക്കളെ അവിടുന്ന് മാറ്റി രാത്രി ഏതാണ്ട് 1 മണിയോ 2 മണിയോടുകൂടി സ്ഫോടനം വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഫോടനമുണ്ടാകുകയും പരിസരത്തിലുള്ള പല വീടുകളും അതിൻ്റെ ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ ചെന്നപ്പോൾ പ്രാർത്ഥനയിലും വിഷമത്തിലുമാണ് ആ കുടുംബക്കാർ ഉണ്ടായിരുന്നത്. അവർ പറയുന്നത്, എന്തിന് ഞങ്ങളോടിത് ചെയ്യുന്നു? ആദിലുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അവനെ തൂക്കിക്കൊല്ലുകയോ എന്തു വേണേ നിങ്ങൾ ചെയ്യൂ, പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വീടുകൾ തകർക്കുന്നു എന്നാണ്. അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. കാശ്മീരികളുടെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കാര്യം കൂടി ഇതിൽ പറയണം. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വന്തം ജീവൻ നോക്കാതെ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരു ആദിലിൻ്റെ കഥ കൂടി കേൾക്കണം. കുതിര സവാരി നടത്തുന്ന ആദിൽ തീവ്രവാദികൾ മനുഷ്യരെ ഭീകരമായി വെടിവെച്ച് കൊന്നപ്പോൾ ആ തോക്കിൻ മുനയിൽ പിടിക്കുകയും അവരുമായി സംസാരിക്കുകയും ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്ത ആ ആദിലിനെ ഭീകരവാദികൾ നെഞ്ചിലേക്ക് വെടിയേക്കുകയായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ മറ്റൊരു സഹതാപത്തിൻ്റെ കഥകളാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു ആദിൽ. ആദിലിൻ്റെ വീടിന് ചുറ്റുപാടും ആപ്പിളിൻ്റെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടേയുള്ളൂ. കാശ്മീരിൽ ആപ്പിൾ സുലഭമായി ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും ആദിലിൻ്റെ വീട്ടിൽ തൈകൾ നട്ടിട്ടേയുള്ളൂ. ഈ കുതിര സവാരി കൊണ്ടാണ് അഞ്ചംഗമടങ്ങുന്ന കുടുംബത്തെ ആദിൽ പോറ്റിയിരുന്നത്. അമ്മയും ബാപ്പയും സഹോദരിമാരും ഒരനിയൻ നൗഷാദും ഈ കുടുംബത്തുണ്ടായിരുന്നു. ആദിലിൻ്റെ മരണത്തോടെ ആ കുടുംബത്തിൻ്റെ ആസ്തി തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദിലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിസരവാസികളായ കുറേ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തലേദിവസം മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ഈ വസതി സന്ദർശിച്ചിരുന്നു. സഹായങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നിരിക്കാം. ആദിലിൻ്റെ അച്ഛനുമായും സഹോദരനുമായും ഞങ്ങൾ സംസാരിച്ചു. കേരളത്തിൽ നിന്നുള്ള പത്രപ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ ഇരുത്തി ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും സമ്മാനിച്ചു. ആദിലിൻ്റെ സഹോദരൻ നൗഷാദ് ഞങ്ങളോട് വളരെ നേരം സംസാരിച്ചു. ആദിലിൻ്റെ മരണം നേരിൽ കണ്ട ചില ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ നൗഷാദ് ഞങ്ങളോട് വിവരിച്ചു. ടൂറിസ്റ്റുകളുടെ നേരെ തീവ്രവാദികൾ വെടിവെച്ചപ്പോൾ അത് തടയാൻ ശ്രമിച്ച തൻ്റെ സഹോദരൻ വെടികൊണ്ട് മരിച്ചത് ഒരു പക്ഷേ ഈ കാശ്മീരിന് വേണ്ടിയായിരിക്കാം. ഞങ്ങളതിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളുടെ സഹോദരൻ നഷ്ടപ്പെട്ടുവെങ്കിലും അവൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുതി എന്നാണ് അവരുടെ വിശ്വാസം. കാശ്മീരികളുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മറ്റൊരു കഥ കൂടി ഞാൻ പറയട്ടെ. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ ആരതി പറഞ്ഞത്, എനിക്ക് കാശ്മീരിൽ ഒരു സഹോദരൻ കൂടിയുണ്ട് എന്നാണ്. ആരതി പറഞ്ഞ സഹോദരൻ കാശ്മീരിലെ ടാക്സി ഡ്രൈവർ മുസാഫറാണ്. അദ്ദേഹത്തെ തപ്പി ഞങ്ങൾ ശ്രീനഗറിൽ നിന്നും പാണ്ടിപ്പുരയിലേക്ക് പോയി. മുസാഫർ താമസിക്കുന്നത് പാണ്ടിപ്പുരയിലാണ്. ഞങ്ങൾ ഫോൺ ചെയ്തതനുസരിച്ച് മുസാഫർ ഞങ്ങളെ കാത്തുനിന്നു.
ഏപ്രിൽ 21 വൈകിട്ട് 6 മണിയോടുകൂടി രാമചന്ദ്രനും കുടുംബവും ശ്രീനഗറിലെത്തി. മുസാഫർ കുടുംബത്തെ തൻ്റെ ടാക്സിയിൽ കയറ്റി ദാൽ തടാകത്തിൽ കൊണ്ടുപോയി. അവിടെ അന്നത്തെ ദിവസം ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞു. പിറ്റേ ദിവസം 11:30 പഹൽഗാമിലെത്തി. പഹൽഗാമിൽ കുതിരകളുടെ സഞ്ചാരികളുമായി സംസാരിച്ച് അവരെ കുതിരപ്പുറത്ത് കയറ്റി വിട്ട ശേഷമാണ് മുസാഫർ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയത്. അരമണിക്കൂറിനുള്ളിൽ ആരതിയുടെ ഫോൺ വന്നു. മുസാഫറെ, അമ്മയ്ക്ക് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകണം. മുസാഫർ തിരികെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് തൻ്റെ കാറിൽ കൊണ്ട് ഇരുത്തി. ഏതാണ്ട് 2:20 ബൈസാരൻ കുന്നുകളിൽ നിന്നും വെടിയുണ്ടകളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. എന്താണെന്നറിയാതെ മുസാഫർ കുതിരക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ടു. കുതിരക്കാരൻ പറഞ്ഞു, ഇവിടെ ഭീകര ആക്രമണം നടക്കുകയാണ് എന്ന്. ഉടൻ തന്നെ ആരതിയെ ബന്ധപ്പെട്ടുവെങ്കിലും ആരതി ഫോൺ എടുത്തില്ല. തിരിച്ച് ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരതി തിരിച്ചു വിളിച്ചു, എൻ്റെ അച്ഛന് വെടിയേറ്റു, മരിച്ചു എന്ന് സംശയം ആണ് ആരതി പറഞ്ഞത്. ഉടൻ തന്നെ മുസാഫർ പറഞ്ഞു, എങ്ങനെയും കുട്ടിയുമായി അവിടുന്ന് രക്ഷപ്പെടൂ, ആൾക്കാർ താഴേക്ക് ഓടുന്ന ആൾക്കാരുടെ കൂടെ ഓടി രക്ഷപ്പെടൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം മുസാഫർ അമ്മയെയും കൂട്ടി CRPF ക്യാമ്പിനടുത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആരതി കുട്ടിയുമായി ഓടി അവിടെ എത്തുകയും ആരതിയെയും കുട്ടിയെയും കാറിൽ കയറ്റി പഹൽഗാമിലെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ ഹോട്ടലിലെത്തി ഈ കുട്ടിയുടെ ഡ്രസ്സ് മുഴുവൻ ചെളി പുരണ്ടിരുന്നു. അതെല്ലാം ആ ഹോട്ടലുകാർ തന്നെ വൃത്തിയാക്കി തന്നു എന്നാണ് മുസാഫർ പറഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടി പഹൽഗാമിലെ ഹോസ്പിറ്റലിൽ ആരതിയെയും കൂട്ടി പോവുകയും അവിടെ രാമചന്ദ്രൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അധികൃതർ പറഞ്ഞു, ബോഡി ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ ശ്രീനഗറിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ശ്രീനഗറിലെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ആരതിക്കൊപ്പം ആ ഹോട്ടലിൽ അന്നത്തെ ദിവസം മുസാഫർ തങ്ങി. കാരണം അവരെ ഒറ്റയ്ക്കാക്കി പോകാൻ മുസാഫറിന് കഴിഞ്ഞില്ല. അവരെ സമാധാനിപ്പിച്ച് ആ രാത്രി കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം രാമചന്ദ്രൻ്റെ ബോഡിയുമായി എയർപോർട്ടിലെത്തിയപ്പോൾ ആരതി മുസാഫറിനോട് പറഞ്ഞു, എനിക്ക് കാശ്മീരിലും ഒരു സഹോദരനുണ്ട് എന്ന്. അത് പറയുമ്പോൾ മുസാഫറിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. മുസാഫർ പറഞ്ഞു, മുസാഫറിൻ്റെ വണ്ടിയിൽ ഇപ്പോഴും രാമചന്ദ്രൻ സാറിൻ്റെയും ഷൂവും മറ്റ് സാധനങ്ങൾ വാങ്ങിയതും ഇപ്പോഴും കാറിൽ സൂക്ഷിച്ചിരുന്നു. ആ കാറിൻ്റെ ഡിക്കി തുറക്കാൻ മുസാഫറിന് കഴിയുന്നില്ല, അത്ര വിഷമമാണ് എന്നാണ് പറഞ്ഞത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സാധനങ്ങൾ ആരതിക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്നും മുസാഫർ ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷേ SPGക്കാർ വളരെ തള്ളി നിൽക്കുന്ന ഒരു ഇതിലല്ല. SPGക്കാരെ കുറച്ച് ഡിസ്റ്റൻസിൽ നിർത്തിയതിന് ശേഷമേ അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോകൾ മോദിയുടെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ഒന്ന് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും SPG വളരെ പൊതിഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പടമെടുക്കാനായിട്ട് ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. SPG ഒന്ന് സൈഡ് തരണേ, ഒരു പടമെടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്.